മഹാകവി ഉള്ളൂരിനെ മനസ്സാ നമിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കുക. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേലമൃതമയം. ഞാൻ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിൽ പദ്യവിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒന്നാണ് പ്രേമസംഗീതം. ആ പ്രേമസംഗീതത്തിൻ്റെ ആരംഭത്തിലുള്ള വരികളാണിത്. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം എന്ന്. ഈ ദീപ എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു വക്കീലാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ആത്മസുഹൃത്താണ്, ആബൽ ബാന്ധവയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല കിംവദന്തികളും ടെലിവിഷൻ ചാനലുകളിൽ പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ ട്രീ കട്ടർ ചാനലാണ് അതിന് നേതൃത്വം കൊടുത്തത്. മറ്റ് ചാനലുകാരും വേറെ നിവൃത്തിയില്ലാതെ അത് കയറി പിടിക്കും. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മനോരമ അതിൽ ഭാഗഭാഗിത്വം വഹിക്കുമായിരുന്നില്ല. പക്ഷെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അവരും ഇതിൻ്റെ അകത്ത് ചേർന്നു. അങ്ങനെ അപവാദങ്ങൾ കൊഴുത്തു നിൽക്കവേ, കിംവദന്തികൾ പടർന്നു പിടിക്കവേ, ആരാണ് ഈ പരാതിക്ക് കാരണഭൂതിയായിട്ടുള്ള യുവതി എന്ന് കണ്ടെത്തുകയും അവരുടെ തനിനിറം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹസിക പരിശ്രമം ഏറ്റെടുത്ത ഒരു ധീര വനിതയാണ് സുപ്രീം കോടതി അഭിഭാഷക എന്ന് പറയുന്ന ദീപ ജോസഫ്. ദീപ ജോസഫ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപകീർത്തികരമായി, അഥവാ രാഹുൽ പക്ഷപാതികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദസദായകമായിരുന്നു. അവർക്ക് പാൽപ്പായസം കുടിച്ച പോലത്തെ ഒരു അനുഭൂതി ഉണ്ട്. ദീപ ജോസഫ് പറയുന്നത്, ഈ അതിജീവിത എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് ദീപയുടെ ചെവിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് കേട്ടപ്പോൾ ദീപയ്ക്ക് വലിയ ധാർമ്മിക രോഷമുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റുകയില്ല എന്ന് തോന്നിയോട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അഥവാ പറഞ്ഞു എന്ന് ദീപ പറയുന്ന കാര്യങ്ങൾ നല്ലവരായ നാട്ടുകാരെ അറിയിക്കണം എന്ന സതുദ്ദേശത്തോടുകൂടി, വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി ആ ഒരു പോസ്റ്റ് എഴുതി പ്രസിദ്ധീകരിച്ചു. അത് പിന്നെ കണ്ടവർ അത് ഷെയർ ചെയ്തു, കാണാത്തവരിലേക്ക് അത് പടർന്നു പിടിച്ചു. അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ആരാണ് പരാതിക്കാരി എന്നും അവരുടെ വീട് എവിടെയാണ്, അവരുടെ തലവഴി എന്താണ് എന്ന് ബോധ്യമാകുന്ന ഒരവസ്ഥയുണ്ടായി. സത്യം പറഞ്ഞാൽ ദീപ ജോസഫിന്റെ പരാതി ഇല്ല, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നവരെ പരാതിക്കാരി രാഹുലിനെതിരെ ഒരു പരാതി കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഏതായാലും ഇത്ര വലിയ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി, ചീത്തപ്പേരും ഉണ്ടായി. ഇതാരാണ് എന്ന് സാമാന്യന രാഹുൽ ഈശ്വറും മറ്റും പറഞ്ഞ് അറിയുകയും ചെയ്തു. പക്ഷെ ഇത്രയും നീചമായ, ഇത്രയും പൈശാചികമായ ഒരു ആക്രമണം സൈബർ ബുള്ളിങ്ങിലൂടെ നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഈ അതിജീവിത എന്ന് പറഞ്ഞ യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുന്ന ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് രാഹുലിനെതിരെ കേസെടുത്ത് അദ്ദേഹം ഒളിവിൽ പോകാൻ നിർബന്ധിതനായത്. ആദ്യത്തെ പരാതി കൊടുത്ത വാർത്ത അറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഇതേ രീതിയിൽ പീഡിപ്പിച്ച, ഇതേ രീതിയിൽ ഗർഭഛിദ്രത്തിന് വിധേയരാക്കിയ മറ്റു യുവതികളും ഉണർന്നെഴുന്നേറ്റ് എന്നാൽ പരാതി കൊടുത്തു കളയാം എന്ന മൂഡിലേക്ക് പോയി. ഇദ്ദേഹം പെരുന്നയിൽ നെഞ്ചു പിരിച്ച് മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോഴാണ് കാനഡയിലുള്ള അതിജീവിത ഒരു പരാതി ഇമെയിൽ വഴിക്ക് അയച്ചു കൊടുത്തു. പോലീസുകാർ രാഹുലിനെ ഹോട്ടൽ വളഞ്ഞ് പൊക്കി കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഏതായാലും ആ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഒന്നാമത്തെ കേസിൽ ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി തിരുവനന്തപുരം കോടതി തള്ളി. അതിൻ്റെ അപ്പീൽ, ജാമ്യ ഹർജി ഇവിടെ ഹൈക്കോടതിയിൽ പെൻഡിങ് ഇരിക്കും. അതിനു മുമ്പാണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ പുരുഷ അവകാശ സംരക്ഷകനെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചത്. അദ്ദേഹം ജയിലിൽ ഉപവാസം നടത്തിയത്. ഉപവാസം കൊണ്ടും കരളലിയാതെ മജിസ്ട്രേറ്റ് പുള്ളിയുടെ ജാമ്യ ഹർജി തള്ളിയത്. പിന്നെ അവസാനം കരഞ്ഞു വിളിച്ച്, ഞാനൊരു പാവമാണ്, ബ്രാഹ്മണനാണ്, പൂണൂൽക്കാരനാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനാണ്, പണ്ട് പനമ്പള്ളി പോയതവനും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയിട്ട് പുള്ളി പഴയ പരിപാടി ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദീപ ജോസഫ് അവരുടെ പേരിലുള്ള ചാർജ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പം എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചില്ല എന്ന് ചോദിച്ചാൽ, ദീപ ജോസഫിന് പരിചയമുള്ള സ്ഥലം സുപ്രീം കോടതിയാണ്. ഇവിടെ തള്ളി കഴിഞ്ഞാൽ പുള്ളിക്കാരി ഉടനെ തന്നെ ജനീവയിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊടുക്കാനാണ് ഉദ്ദേശം. അങ്ങനെ സുപ്രീം കോടതിയിൽ കൊടുത്തു. സുപ്രീം കോടതിയിൽ കൊടുത്ത് ഭാഗ്യത്തിന് അല്ലെങ്കിൽ നിർഭാഗ്യത്തിന് അല്ലെങ്കിൽ ഇവരുടെ കഷ്ടകാലം കൊണ്ട് അല്ലെങ്കിൽ നല്ല കാലം കൊണ്ട് ഇത് വന്ന് പെട്ടത് നമ്മുടെ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ്. ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ആള് കടുപ്പക്കാരനാണ്. ഇവിടുത്തെ പോലീസുകാരെക്കാളും കടുപ്പക്കാരനാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസ് ഇത് കണ്ട് പൊട്ടിത്തെറിച്ചു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും ഒക്കെ കണ്ട അറിവേ എനിക്കുള്ളൂ. ഇത് കണ്ട് ചീഫ് ജസ്റ്റിസിന് കോപം. ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, ഇത് എഴുതിയത് ഒരു അഭിഭാഷകയാണോ, നിങ്ങൾക്ക് വേറെ യാതൊരു പണിയില്ല,
ഇങ്ങനെയുള്ള സാഹിത്യം ചമയ്ക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം? ഒരു അതിജീവിതയെ പറ്റി ഇങ്ങനെയൊക്കെയാണോ എഴുതേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞല്ല, എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് എഴുതിയത്. സുപ്രീം കോടതി സമ്മതിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞ് നിങ്ങളൊരു പുരുഷനായിരുന്നെങ്കിൽ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്ത, നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ക്ഷമിക്കുക. മാത്രമല്ല, കേരളത്തിൽ കൊച്ചിയിൽ ഒരു ഹൈക്കോടതി ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ വന്ന്? ഞങ്ങളുടെ സമയത്തിൻ്റെ ഒരു വിലയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞ ഈ ദീപ ജോസഫിൻ്റെ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഹർജിയുമായിട്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കാനും ബുദ്ധിമുട്ടുണ്ട്. കാരണം സുപ്രീം കോടതി ഇങ്ങനത്തെ പരാമർശം നടത്തിയുകൊണ്ട് ഹൈക്കോടതിയിൽ വന്ന എന്തായിരിക്കും സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഹൈക്കോടതിയിൽ സാഹസികന്മാരായ ഒരുപാട് ജഡ്ജിമാരുണ്ട്. മാത്രമല്ല, ഒരു അഭിഭാഷക എന്ന രീതിയിൽ ദീപ ജോസഫിനോട് ഹൈക്കോടതിക്ക് ചെറിയൊരു കനിവ് തോന്നുമായിരുന്നു. പക്ഷേ ഈ ഉള്ളവാലി ചുക്കിട്ട് കാച്ചി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ദീപ ജോസഫ് നിൽക്കുന്നത്. പിന്നെ ആകെ ഒരു സമാധാനമുള്ളത് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിൽ അവരുടെ സൈബർ ഗുണ്ട സംഘവും ദീപ ജോസഫിന് പിന്തുണയായിട്ടും മുൻതുണയായിട്ടും ഇടം തുണയായിട്ടും വലം തുണയായിട്ടും 4 ഭാഗത്തും ഉണ്ട്, അല്ലെങ്കിൽ അഷ്ടദിക്കിലും ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ രാഹുൽ ഈശ്വർ പോയ പോലെ പോട്ട് വരും. അതോ ഇനി സ്ത്രീ എന്ന പരിഗണന വെച്ച് വിചാരണ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കും എന്ന് നമുക്കറിയില്ല. ജാമ്യം അനുവദിക്കാനും അനുവദിക്കാതിരിക്കാനും സാധ്യതയുണ്ടെങ്കിൽ പോലും ഈ അടി കൊടുത്ത് വടി വാങ്ങിച്ച ദീപ ജോസഫിനെ അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല. ഇതുകൊണ്ടൊന്നും ദീപ ജോസഫ് തളരരുത് എന്നാണ് എനിക്ക് പറയാൻ. ഇതുപോലെയൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ട് ഇനിയും ഒരുപാട് അതിജീവിതകളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്താൽ പീഡിപ്പിക്കപ്പെട്ടവർ, നിർബന്ധിതമായിട്ട് ഗർഭഛിദ്രത്തിന് വിധേയരാക്കപ്പെട്ടവരുമായ ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിൽ വേറെ ഉണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം. അവരെ കുറിച്ചൊക്കെ ഇതുപോലെ സ്വദേശ സാഹിത്യം ഇടയ്ക്കിടയ്ക്ക് രചിച്ച് അത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് ഈ മാങ്കൂട്ടം ബ്രിഗേഡിനെ, ഷാഫി മാഫിയയിൽപ്പെട്ട അംഗങ്ങളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊണ്ടാണ് നമ്മളെപ്പോലുള്ള ആളുകളുടെ ജീവിതം ധന്യമാകുന്നത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ് കുമാരനാശാൻ പഠിച്ചത്. അങ്ങനെ നമ്മൾ ഉള്ളൂരിൽ നിന്ന് ആരംഭിച്ച് കുമാരനാശാനിൽ ഈ എപ്പിസോഡ് പൂർണ്ണമാകുകയാണ്. ആ വരികൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ.